അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞൂലേ. സെപ്റ്റംബർ 5-ാം തീയതി എല്ലാവരും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും കൂടെ ആഘോഷിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളും ഞായറാഴ്ചകളും ഒക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെയും സൊസൈറ്റിയിലും ഫ്ലാറ്റിലും ഒക്കെ ഓണാഘോഷമായിരുന്നു. ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ, റിട്ടയർഡ് ആർമി ഓഫീസേഴ്സ് വൈഫ്സിൻ്റെ ഒരു ചെറിയ കൂട്ടായ്മ. ഞങ്ങളുടെ ഗ്രൂപ്പിന് പേരൊക്കെ ഉണ്ട്, സ്നേഹിതാസ്. ഓണത്തിൻ്റെ ഒരു 1-1.5 മാസം മുമ്പ് ചർച്ചകൾ തുടങ്ങും കേട്ടോ. ഏറ്റവും ആദ്യത്തെ പരിപാടി വേഷ്ടി മുണ്ട് കൊടുക്കലാണ്. പേരിന് 8-10 പേരോ കളിക്കാനുള്ളതെങ്കിലും അഭിപ്രായത്തിന് ഒരു കുറവുമില്ല. അത് 10,000-കണക്കിനുണ്ട്. ഒരാൾക്ക് പച്ച ഇഷ്ടമാണെങ്കിൽ വേറൊരാൾക്ക് നീല ഇഷ്ടമില്ല. ഒരാൾക്ക് പിങ്കിനോടാ ഇഷ്ടച്ചാലോ ഒരാൾക്ക് കറുപ്പ് കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവസാനം ഞങ്ങളെല്ലാവരും കൂടി ഒരു കളറിലെത്തി നിൽക്കുമ്പോഴേക്കും പുത്താമ്പള്ളിക്കാരൻ പെട്ടിയും പെടിക്കായിട്ട് പോയിണ്ടാവും കേട്ടോ. ഇനി അടുത്ത കടമ്പ പാട്ട് സെലക്ട് ചെയ്യലാണ്. അത് പിന്നെ ഇന്നെ പോലുള്ള ആൾക്കാരൊന്നും അതിൽ കൈയിടത്താറില്ല. എന്താ വെച്ചാൽ തിരുവാതിരക്കളയെ പറ്റിയും ഡാൻസിനെ പറ്റിയൊന്നും വലിയ ജ്ഞാനമൊന്നും എനിക്കൊന്നും ഇല്ലേ. അതുകൊണ്ട് തന്നെ അങ്ങനെ വേഷ്ടിയും മുണ്ടും പാട്ടും ഒക്കെ തരായി ഒക്കെ സെറ്റായി വരുമ്പോൾ ദേ വരുന്നു അടുത്ത പ്രശ്നം. 12 ഉള്ളത് 10 ആവും, 10 ഉള്ളത് 8 ആളെ കളിക്കാനുണ്ടാവുള്ളൂ. അത് വേറെ ഒന്നല്ല, ഞങ്ങളുടെ ഇടയിൽ പലരും ജോലിക്കാരാ. സ്കൂളിലെ പ്രിൻസിപ്പൾസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് വരെ ഉണ്ട്. അപ്പൊ എല്ലാവരുടെയും ഒഴിവൊക്കെ നോക്കണ്ടേ, അല്ലാണ്ട് ആരും വേണ്ടാച്ചിട്ടല്ല കേട്ടോ. അങ്ങനെ എല്ലാ കടമ്പകളും കടന്ന് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. ഓരോ ദിവസം ഓരോരുത്തരുടെ വീട്ടിലാണ് കേട്ടോ പ്രാക്ടീസ്. 10:30 എത്തി 1:30 വരെ പ്രാക്ടീസ് ചെയ്യണമെന്നാണൊക്കെ വെപ്പ്. 10:30 എത്തും, പക്ഷെ തുടങ്ങുമ്പോൾ 11 മണിയാവും. പിന്നെ ഒരു അരമണിക്കൂർ കളിച്ചു കഴിഞ്ഞാൽ പിന്നെ വർത്താനായി, ഗോസിപ്പായി, പിന്നെ ഫുഡടിയായി. എവിടെ നല്ല അട കിട്ടും, നല്ല അപ്പം ആരുണ്ടാക്കും, നല്ല കട്ട്ലറ്റ് എവിടെ നിന്ന് വാങ്ങാൻ കിട്ടുക, ഇതൊക്കെയാണ് പിന്നെ ഞങ്ങളുടെ ഡിസ്കഷൻ. വരുന്ന ദിവസങ്ങളിൽ ഇതൊക്കെ ഓരോരുത്തരായിട്ട് വാങ്ങിക്കൊണ്ടുവരും ചെയ്യും. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും 10 ദിവസം പ്രാക്ടീസ് ചെയ്യുമ്പോൾ 1-2 കിലോ വെയിറ്റ് ഒക്കെ കുറയല്ലോ എന്ന്. ഞങ്ങളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാട്ടോ, 2 കിലോ കൂടിയെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരു 8-9 മിനിറ്റിന്റെ തിരുവാതിരക്കളി വലിയ ബുദ്ധിമുട്ടില്ലാണ്ടെയും അധികം തെറ്റിക്കാണ്ടെയും ഞങ്ങൾ അങ്ങോട്ട് കളിച്ചെടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം വാട്സാപ്പ് ഗ്രൂപ്പിൽ വലിയ അനക്കൊന്നും ഉണ്ടാവില്ല. എല്ലാവരും അവരവരുടെ ജോലിയിലും തിരക്കിലേക്കും അങ്ങോട്ട് മുഴുകും. പക്ഷേ പൂക്കളത്തിലെ പൂക്കൾ വാടിയാലും ആ 10 ദിവസത്തിൻ്റെ ഓർമ്മകളുടെ സുഗന്ധം അതൊരിക്കലും ആയില്ല. തിരുവാതിരപ്പാട്ടുകളുടെ ഈണവും വരികളും മറന്നാലും ഞങ്ങളുടെ ഹൃദയങ്ങളുടെ താളം അതൊരിക്കലും നിലയ്ക്കാതിരിക്കട്ടെ. അങ്ങനെ ഓർമ്മകളാൽ പൂത്തു നിൽക്കുന്ന പൂന്തോട്ടത്തിൽ നിന്ന് അറുത്ത പൂക്കളാൽ പ്രതീക്ഷയിൽ തീർത്ത പൂക്കളവുമായി ഞങ്ങൾ സ്നേഹിതന്മാർ കാത്തിരിക്കുന്നു. വീണ്ടും ഒരു ക്രിസ്മസോ വിഷുവോ നവരാത്രിയോ ഒക്കെ വരാനും പിന്നെയോ ഒന്ന് കൂടാനും. നിങ്ങൾക്കിടയിലുമുണ്ടോ ഇതുപോലെയുള്ള സ്നേഹിതന്മാരുടെ കൂട്ടായ്മകൾ? പറയൂ, കേൾക്കട്ടെ നിങ്ങളുടെ വിശേഷങ്ങളും.